നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഇന്റർ മയാമി അർജന്റീൻ സൂപ്പർ താരം ആംഗേൽ ഡി മരിയയ്ക്കായിട്ട് നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വളരെ സുപ്രധാനമായിട്ടുള്ളൊരു വാർത്ത. അർജന്റീൻ മാധ്യമം TYC സ്പോർട്സ് ഇക്കാര്യം വലിയ പ്രാധാന്യത്തോടു കൂടി കൊടുത്തിട്ടുണ്ട്. ലിയോ മെസ്സിക്ക് കൂട്ടായിട്ട് ആംഗേൽ ഡി മരിയയെ കോപ്പ അമേരിക്കയ്ക്ക് ശേഷം ടീമിലേക്ക് എത്തിക്കാനാണ് മയാമിയുടെ നീക്കങ്ങൾ. പക്ഷെ ഇത് വെറും ഇനീഷ്യൽ സ്റ്റേജിൽ മാത്രമേ എത്തിയിട്ടുള്ളൂ എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. നിലവിലെ ബെൻഫിക്കയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ആംഗേൽ ഡി മരിയയുടെ കോൺട്രാക്ട് ഈ സീസൺ അവസാനിക്കുന്നതോടുകൂടി പൂർത്തിയാകും. അതിനുശേഷം താരം എങ്ങോട്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. റൊസാരിയോ സെൻട്രലിലേക്ക് മടങ്ങാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. പക്ഷെ നമുക്കറിയാം, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ കുടുംബ വീട്ടില് താരത്തിനെതിരെ വലിയ രൂപത്തിലുള്ള വധഭീഷണിയൊക്കെ വരികയുണ്ടായി. അതോടുകൂടി റൊസാരിയോ സെൻട്രലിലേക്കുള്ള മടക്കം അദ്ദേഹം ഉപേക്ഷിച്ചിരിക്കുകയാണ്. ആ ഒരു തീരുമാനം അദ്ദേഹം എടുത്തത് നേരത്തെ തന്നെ പുറത്തേക്ക് വന്നാണ്. അപ്പൊ ഇനി അറിയേണ്ടത് അദ്ദേഹം ഏത് ക്ലബിൽ ആയിരിക്കും അടുത്ത സീസണിൽ പന്ത് തട്ടുക എന്നാണ്. ഇപ്പം ഇന്റർ മയാമി താരത്തിന്റെ സിറ്റുവേഷൻ എൻക്വയറി ചെയ്ത് അടുത്ത നടപടികളിലേക്ക് കടക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു എങ്കിൽ പോലും ആംഗേൽ ഡി മരിയയുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ബെൻഫിക്കയിൽ തന്നെ തുടരുക എന്നാണ് ഇന്നിപ്പോൾ TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ബെൻഫിക്ക താരത്തിന് മുന്നിലേക്ക് ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷൻ വെക്കുകയാണെങ്കിൽ, അങ്ങനെ ഒരു ഓഫർ വെക്കുകയാണെങ്കിൽ അദ്ദേഹം അത് സ്വീകരിക്കും. അദ്ദേഹത്തിന് പോർച്ചുഗലിൽ തന്നെ തുടരാൻ താല്പര്യമുണ്ട്. അല്ലാത്ത പക്ഷം മയാമി നെഗോസിയേഷൻസും മറ്റുമായിട്ട് മുന്നോട്ട് പോയേക്കും. ഇപ്പൊ ഇക്കാര്യം ഫബ്രിസിയോ റൊമാനോയും റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നത് കൂടുതലായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. ഇനീഷ്യലായിട്ട് ഡി മരിയയുടെ സിറ്റുവേഷൻ എന്താണ് എന്ന് മയാമി അന്വേഷിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. മറ്റ് നെഗോസിയേഷനിലേക്ക് കടന്നിട്ടില്ല. അത് തന്നെയാണ് TYC സ്പോർട്സും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇനീഷ്യലായിട്ടുള്ള നീക്കങ്ങളിലേക്ക് ഇന്റർ മയാമി കടന്നിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ ഇപ്പോൾ ബെൻഫിക്കയും ആംഗേൽ ഡി മരിയയും തമ്മിൽ എന്ത് സംഭവിക്കും, കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ഓഫർ കൊടുക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ വരുന്ന ദിവസങ്ങളിൽ അറിയാൻ കഴിയും. എന്തായാലും അർജന്റീൻ ഫുട്ബോൾ പ്രേമികൾക്ക് ഇപ്പം അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഈ കോപ്പ അമേരിക്ക കഴിയുന്നതോടുകൂടി ഡി മരിയ വിരമിക്കുകയാണ്. അപ്പോൾ വീണ്ടും മെസ്സി ഡി മരിയ സഖ്യത്തെ അവർക്ക് കാണണമെങ്കിൽ ഡി മരിയ മയാമിയിലേക്ക് പോകുന്നത് കാണാനായിരിക്കും താല്പര്യം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.